ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ ഒരു കുഞ്ഞു ബർത്ത്ഡേ വ്ളോഗ് അയച്ചാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മുടെ ബിരിയാണിയൊക്കെ ഓൾമോസ്റ്റ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ചിക്കനൊക്കെ പൊരിക്കുന്നുണ്ട്. ചിക്കൻ കാണാൻ വലിയ ഗ്ലാമർ ഇല്ലെങ്കിലും നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടേനു. അപ്പം മറ്റേ പാത്രത്തിൽ നോക്കുമ്പം ആരോ എടുത്തെല്ലാം തിന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് വേറാക്കാൻ പോകുന്ന ഔട്ട്ഫിറ്റ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടേനു. അപ്പം ഇൻട്രസ്റ്റ് ഉള്ളവർ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പർച്ചേസ് ചെയ്തത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അപ്പം എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഫ്രഷ് ആയിട്ട് വരുന്നു. അപ്പം ഞാൻ ഫ്രഷായി വരുമ്പോഴേക്കും ടേബിളിൽ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ടേനു. നല്ല ദം ബിരിയാണിയോ ചിക്കൻ പൊരിച്ചതും മസാലയും കച്ചമ്പറും. ഐബു ഹാപ്പി ഹാപ്പി ഹാപ്പി. എന്താ തിന്നുന്ന ഐബു? ലെഗ് പീസ് ലെഗ് പീസ്. ഐബുന് ഹാപ്പി ബർത്ത്ഡേ ഇന്ന്. ഐബു ഐബുന് ഹാപ്പി ബർത്ത്ഡേ. ചിക്കൻ കടിക്കുന്ന നോക്ക്. അപ്പം ഫുഡെല്ലാം കഴിച്ചിട്ട് ഞാൻ റെഡി ആയിട്ടുണ്ടേനും. ഇനി ബർത്ത്ഡേ ബോയിനെ റെഡി ആക്കണം. അപ്പം ഇതേനും ഐബുവിൻ്റെ ഔട്ട്ഫിറ്റ്. ഹാപ്പി ബർത്ത്ഡേ. ഉമ്മാക്ക് തരണേ? നോ. പിന്നെ നമ്മൾ കുറച്ച് പിക്സൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടേനും. അപ്പം ആളുടെ എക്സ്പ്രഷനാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിരിക്കാൻ പറഞ്ഞതേനും, പക്ഷേങ്കിൽ ആൾ അങ്ങനെയാണ് ചിരിച്ചു തന്നത്. അൺഎക്സ്പെക്റ്റഡായ ഫോട്ടോ മാത്രമേ ഓൻ്റെ നന്നാവാറുള്ളൂ, അല്ലെങ്കിൽ എക്സ്പ്രഷൻ ഇങ്ങനെ ഉണ്ടാവുക. പാർക്കിൽ പോവേണ? അങ്ങോട്ട് നോക്ക്. ബർത്ത്ഡേ ഐബുൻ്റെ. ഐബുന് എന്താ വേണ്ട? സർപ്രൈസ് കേക്ക് വേണ? കേക്ക് ഓക്കെ. അപ്പം നമ്മൾ കേക്ക് കട്ടിങ് എല്ലാം നൈറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പം ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴത്തെ പരിപാടിയെല്ലാം നമ്മൾ നൈറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. പുറത്ത് പോകുമ്പോൾ ഐബുന് കുറച്ച് ഹാപ്പി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെറിയ ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. അപ്പം ഐബുന് എന്ത് ഗിഫ്റ്റാണ് വേണ്ടേ? യെല്ലോ ഗിഫ്റ്റാ? പറയാ പറയാ. അതെന്താ? എന്താ? അഞ്ഞൂടെ അംബ്രല. അംബ്രല അത് പൊളിക്ക്. അംബ്രല ഓപ്പൺ ചെയ്യാൻ അറിയില്ല? ഓക്കെ. പിടിച്ചോ, വലിച്ചു പിടിക്കുമ്പോ വലിച്ചു മുറുക്കി. വാവ്, സൂപ്പറാ. കുഞ്ഞി അംബ്രല. ഇഷ്ടായിക്കാ? അംബ്രല ഇഷ്ടായിക്കാ? സൂപ്പറാ. ഐബുന് അംബ്രല ഇഷ്ടായിക്കാ? സൂപ്പറാ. സൂപ്പർ. വാ ഇബു, വാ കേറിക്കോ. അങ്ങനെ നമ്മൾ പോവാൻ നിൽക്കുന്ന ടൈമിൽ നല്ല മഴ പെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ പോവാണ് മഴയത്ത്.
അപ്പം കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ഐബുവിൻ്റെ ബർത്ത്ഡേക്കില്ല മഴയാണല്ലോ. കഴിഞ്ഞ കൊല്ലവും മഴയാ, ഈ കൊല്ലവും മഴയാ. ഐബുവിൻ്റെ ബർത്ത്ഡേക്ക് എപ്പോഴും മഴയാ. മഴ ഇഷ്ടം? ഇഷ്ടല്ല. ഐബുൻ മഴ ഇഷ്ടല്ല. ഐബുവിന് ഉറക്ക് വരുന്നുണ്ട്. ഉറങ്ങണ. അപ്പം ലാസ്റ്റ് നമ്മൾ പാർക്കിലെത്തിയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോഴേക്കും മഴയെല്ലാം പോയിട്ടുണ്ടേനു. മഴയത്തല്ലേ വന്നത്, ചളിയാവില്ലേ? ഇപ്പൊ അങ്ങോട്ട് നോക്ക്. എന്താ പ്രശ്നം? അപ്പം ഈ ഒരു കാര്യത്തിനാണ് ആള് ഹൂലാല എന്ന് പറയുന്നത്. ഇതൊരു കുഞ്ഞു പാർക്കേനു. പിന്നെ അവിടെ ആൾക്കാരൊന്നുമില്ല, 1-2 ആൾക്കാരൊക്കെയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സുഖേനു അവിടെ നിൽക്കാൻ. പിന്നെ മഴ പെയ്തതുകൊണ്ട് നമ്മൾ അവിടുത്തെ എല്ലാവരുടെ അടിയിലൊന്നും കയറിയില്ല. മെയിനായിട്ട് ഈ ഊനാലയിൽ തന്നെയാണ് നമ്മൾ ഉണ്ടായിരുന്നത്. അങ്ങനെ ഉമ്മ ഒരു കുട വാങ്ങി തന്നിട്ട് ഗായ്സ്, ഇതിപ്പം പൂട്ടാൻ പറ്റുന്നില്ല. വാ ഐബു വാ, ഉമ്മ ഫിഷ് കാണിച്ചരാ. വാ, കം ദിസ് വേ കേട്ടോ. മൊസ്കിറ്റോ പിന്നെ ഐബുവിന് ഫിഷ് കാണാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് പ്രശ്നമില്ലേനു. അപ്പം നമ്മൾ അവിടെ തന്നെയുള്ള ഒരു കുഞ്ഞു ഫിഷിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉള്ളിടത്ത് പോയിട്ടുണ്ടേനു. അവിടെ വളരെ കുറച്ച് ഫിഷ് തന്നെയുള്ളൂ, പക്ഷേ അത് കണ്ടപ്പം ആൾ നല്ല ഹാപ്പി ആയിട്ടുണ്ടേനു. അമ്മ പറഞ്ഞേ
നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരുന്നതേനു, പക്ഷേങ്കിൽ അവിടെ നല്ല കൊതുകിൻ്റെ ശല്യേനു. അപ്പോൾ കൊതുകിനെ കടിക്കുന്ന കണ്ടിച്ച് അയ്യോ വന്നിട്ട് അതിനെ അടിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ അവിടുന്ന് വരാൻ നേരത്താണ് ഞാൻ ഇങ്ങനെ ഒരു ഏറുമാടം കണ്ടത്. പക്ഷെ അതിൽ കയറാനൊന്നും റിസ്ക് എടുത്തിട്ടില്ല. ഹേ ഗായ്സ്, ഇവർ രണ്ടാളും അടി കൂടുന്നല്ല അത് മനസ്സിലാവാണ്ട് നിൽക്കണ്ടിട്ട് ഉമ്മ ചിരിച്ചളിന്. ഇവിടെ നല്ല മുട്ടനടിയാണ് ഗായ്സ്. ഉമ്മ കൂടെ ഇങ്ങനെ പിടിച്ചേ കൊടുക്കും തോറ്റി. പക്ഷെ തള്ളി നിൽക്കുന്നുണ്ടല്ലോ പുറത്തേക്ക്. അതെന്താ മോഡലാ? ഫോണിൽ മേജിക് ഉണ്ട്. അങ്ങനെ അവർ ചായ വാങ്ങാൻ പോവുകയാണ് ഗൈസ്. ആട്ട് യു ക്യാൻ. അങ്ങനെ അമ്പൂസിന്റെ ബർത്ത്ഡേ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ പാർക്കിൽ തന്നെ ഇരിക്കാമെന്ന് വിചാരിക്കും. അങ്ങനെയല്ല, അതാ ഒരുമാതിരി ഇതാടുന്നതല്ല, ഇതുമാതിരി കുത്തുന്ന പോലെ ഉണ്ട്. ഉമ്മ ഊഞ്ഞാലാട്ടുകയാണ് എന്നെ. പിന്നെ നമ്മൾ അവിടുന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ പാർക്കിലെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. എല്ലാവരും കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട്. അപ്പം ഇനി കേക്ക് കട്ടിങ് എല്ലാം ബാക്കിയാണ്. അപ്പം ഈ ഒരു ഏരിയയിൽ കുറച്ച് ബലൂണൊക്കെ വെച്ചിട്ട് കുഞ്ഞു ഡെക്കറേഷൻ ചെയ്യാനൊക്കെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. പിന്നെ ഈ ബർത്ത്ഡേക്ക് നമ്മൾ നോർമൽ കേക്കാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കസ്റ്റമൈസ് ഒന്നും ചെയ്യിപ്പിച്ചിട്ടില്ലേനു. പിന്നെ ഇത് സെറ്റാക്കിയത് ഐവു ഇതുവരെ കണ്ടിട്ടില്ല. ബലൂണെല്ലാം ജസ്റ്റ് വെച്ച് കണ്ടിട്ടുണ്ടേനു. അപ്പം ബാക്കി കാര്യങ്ങളും കേക്കൊന്നും ഐവു കണ്ടിട്ടില്ല. അപ്പം ആളിപ്പം വരുന്നുണ്ട്. അപ്പോൾ എക്സ്പ്രഷൻ നമുക്ക് നോക്കാമല്ലോ. ഗിഫ്റ്റ് വിളിക്കാം.
പിന്നെ ഐബുവിൻ്റെ ഓരോ മൊമെൻറ്റ്സും പ്രീഷ്യസ് ആയതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം ഇൻക്ലൂഡ് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് വീഡിയോസ് മാത്രമേ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുള്ളൂ. ഇതൊക്കെ നല്ല മെമ്മറി അല്ലേ, അപ്പോൾ എനിക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ മാക്സിമം ഇൻക്ലൂഡ് ആക്കിയത് കൊണ്ടാണ് ഇത് കുറച്ച് ലെങ്തി വീഡിയോ ആയി പോയത്. അപ്പം ഐബുവിന് ഗിഫ്റ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കടോ. ഏതാ മുറിക്കണ്ടില്ല? ഇത് മുറിക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. വെളിച്ചം കുറവാ. ബാലു ഉണ്ടാകുമ്പോൾ ലൈറ്റ് അങ്ങോട്ട് അങ്ങനെയുണ്ട്. രണ്ട് കേക്കാ ഞാനൊരു സാധനം കൊടുക്കും. അപ്പം നമ്മുടെ കേക്ക് കട്ടിങ്ങും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ. പിന്നെ ഐബു ഗിഫ്റ്റ് അയച്ച് കിട്ടിയ ടോയ് കൊണ്ട് ഒരുപാട് നേരം കളിച്ച് അങ്ങനെയൊക്കെ ആ ഒരു ഡേ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.